ന്യൂക്ലിയർ ബോംബിലും മാരകമായ ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. ഇങ്ങനെ ശങ്കിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിന്നൊരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ മുൻപിൽ വക്കീലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതിൻ്റെ അവസാന ഘട്ടമായിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. ഈ അടുത്ത് നടന്ന സംഭവം പ്രധാനപ്പെട്ടത് അമേരിക്കൻ ഭരണകൂടം ട്രംപ് ഭരണമേറ്റില്ല അതിന് മുമ്പിൽ സെലൻസിക്ക് ലോങ് റേഞ്ച് മിസൈൽ അടിക്കുവാനുള്ള അനുവാദം കൊടുത്തു എന്നാണ്, റഷ്യക്കകത്തടിക്കാൻ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഇട്ടതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് അത് പ്രയോഗിച്ചതായിട്ട് തന്നെയാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. പക്ഷെ അധികം മാധ്യമങ്ങളിലൊന്നും അത് വന്നിട്ടില്ല. കാരണം ഈ അടിക്കാൻ കൊടുത്ത വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചിരുന്നു. മാധ്യമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടിയ മാതിരിയാണ്. മാധ്യമങ്ങൾ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചിലവർ. കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതും കൊണ്ടുള്ള ആദ്യത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ അങ്ങ് കൊട്ടിഘോഷിക്കും. എന്നിട്ട് അത് പൊട്ടിപ്പോയാൽ പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ഇതിനു മുൻപിലും കണ്ടിട്ടുണ്ട് അവരുടെ ഈ കുട്ടികളുടെ സ്വഭാവം. കാരണം എന്താണ് പറയുന്നത്, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് ഒന്നും ചിന്തിക്കാതെ നല്ല വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൻ്റെ മുമ്പിലേക്കാണ് ഇതെല്ലാം അടിച്ചിറക്കുന്നത്. നമ്മൾ ഈ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ആദ്യം അവർ മാധ്യമങ്ങൾ അടിച്ചിരുന്നത് ഞാൻ പോലും അന്തം വിട്ടുപോയി. എന്താ ഇവർ പറയുന്നത്, ആരോടാ പറയുന്നത്, ഏത് യുഗത്തിലാണ് പറയുന്നത്? ചില മാധ്യമങ്ങൾ, അതായത് യുക്രൈനെ റഷ്യ അടിക്കാൻ പോകുമ്പോൾ ഉക്രൈൻ എന്ത് ചെയ്യുക, ഉക്രൈനിലെ വീട്ടിൻ്റെ അകത്ത് പെണ്ണുങ്ങളെല്ലാം കുപ്പിയിൽ പെട്രോൾ നിറയ്ക്കുന്നു. ഈ പെട്രോൾ ബോംബുണ്ടല്ലോ, സാധാരണ തീവ്രവാദികൾ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കുപ്പിയിൽ പെട്രോൾ നിറച്ച് പുറത്ത് കൊടുക്കും, പുറത്ത് ആണുങ്ങൾ. ഇതെല്ലാം കുറേ വാർത്തയായിട്ട് ഞാൻ അന്നേരം ആലോചിച്ച്, ഇവരെല്ലാം ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? എന്തെങ്കിലും അടി. കാരണം ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്, ഏത് ജനത്തോടാണ് സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാത്ത തരത്തിലാണ് ഇതെല്ലാം അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ച എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസുകാർ ബാരിക്കേഡ് തറക്കുമല്ലോ, അതുപോലെ ഫാക്ടറി അടുത്തുള്ള വർക്ക്ഷോപ്പിലെല്ലാം ഇങ്ങനെ ഇരുമ്പ് ക്രോസായിട്ട് റോഡിൽ വെക്കാൻ, റഷ്യൻ പട്ടാളം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പടങ്ങളായിരുന്നു കുറച്ച് കാലം. അവരെല്ലാം ഈ യുദ്ധത്തെ, റഷ്യയായിട്ടുള്ള യുദ്ധത്തെ അവർ കാണുന്നതൊന്ന് ആലോചിച്ച് നോക്കിയത്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന സംഭവങ്ങൾ പോലെയാണ് അവർ ചിന്തിക്കുന്നത്. എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണോ ഈ മാധ്യമത്തിൽ നിൽക്കുന്നവർ? ഇത്തരം മാധ്യമങ്ങളിൽ എല്ലാവരും അല്ല, പക്ഷെ പലവരും അത് എല്ലാ മാധ്യമങ്ങളും ഒരു ലോകത്തിലുള്ള മാധ്യമങ്ങൾ പോലെ അടിച്ചിട്ടല്ലേ ഇവിടെയുള്ളവരും അടിക്കുന്നത്. അവർ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം വിട്ട് പിന്നെ എന്താണ്, ഒരു ടാങ്ക് ഉണ്ടല്ലോ, ജർമ്മനീൻ്റെ ഒരു ടാങ്ക്, അതിനെ പറ്റിയായിരുന്നു. ലെപ്പാർഡ്, എന്തോ ഒന്ന് പേര് മറന്നുപോയി. അത് ഒരാഴ്ച കാലത്ത് അത് കൊടുക്കൂല. ആദ്യം അവർ കൊടുക്കുന്നു, പിന്നെ പറയുന്നു ഇല്ല കൊടുക്കില്ല എന്നായി, എല്ലാം നാളെ കൊടുക്കുന്നതായി. അങ്ങനെ പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണമെല്ലാം വെച്ചിട്ടുള്ള വർണ്ണനകളാണ് കുറേ കാലം. അത് കഴിഞ്ഞാൽ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതിനെല്ലാം കിട്ടും, കാരണം അതെല്ലാം അടിച്ച് ഒരു കുളമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാഡോ മിസൈൽ, ബ്രിട്ടൻ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഭാര്യയാവും എന്നെല്ലാം പറഞ്ഞ് കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതും കയറും. പിന്നെ കുറേ കാലം പറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ, ഈ സ്കാപ്പ് ചെയ്യുന്നൊരു
ആയുധമുണ്ടല്ലോ. ക്ലസ്റ്റർ ബോംബിനെ പറ്റി, പിന്നെ ക്ലസ്റ്റർ ബോംബിനെ പറ്റി കുറേ കാലം ഇതും കൊണ്ട് നടന്നു. അതും വന്നു പിന്നെ ഒന്നുമില്ല, അതിനെപ്പറ്റി പിന്നെ കേൾക്കാനൊന്നുമില്ല, അതും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ F-16 പിന്നാലെ, F-16 എവിടെ എത്തി എന്നുള്ള ഒരു പിടിവിപ്പില്ല. കുറേ കാലം കൊടുക്കുമോ കൊടുക്കൂലേ, പിന്നെ ഈ F-16 പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് മുറിയിലിരുന്ന് കൊണ്ട് ഒരു മൈക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നു. അങ്ങനെ അത് വന്നാലും ചിലപ്പോൾ അതുമില്ല. പിന്നെയാണ് ഈ ലോങ് റേഞ്ച് മിസൈൽ. അതിന് ലോങ് റേഞ്ച് മിസൈൽ വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ, റഷ്യനെ മുഴുവൻ അങ്ങ് തകർത്ത് കളയുന്നുള്ളതിൽ. എന്താണ് ലോങ് റേഞ്ച് മിസൈൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അത് കുറച്ച് ദൂരം പോകുന്നേ ഉള്ളൂ. മറ്റേത് അതിർത്തിയിലും മറ്റേത് റഷ്യനെ അടിക്കുക, ആ ഒരു അർത്ഥമേ അതിനുള്ളൂ. അല്ലാതെ അതിനെ അടിച്ചിട ഈ അടുത്തുള്ളതിനെയെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ അതിനെ അടിച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ എത്രയോ ഇറാനിലേക്ക് അടിച്ചിട്ടുണ്ട്, അതെല്ലാം റഷ്യയുടെ സഹായത്തോടു കൂടി അടിച്ചില്ലാതായി. അല്ലെങ്കിൽ അതെല്ലാം പോയി വീടിരുന്നുവെങ്കിൽ ഇന്ന് എന്തുണ്ടാവില്ലായിരുന്നു, ഇറാൻ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ ഇറാനും അങ്ങോട്ടേക്ക് തൊടുത്തിട്ടുണ്ട്, ഇസ്രായേലിലേക്ക് ഭൂരിപക്ഷവും അടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പം ഈ ലോങ് റേഞ്ച് മിസൈലെല്ലാം പണ്ടേ ഉപയോഗിക്കുന്ന അതെല്ലാം വലിയ എഫക്റ്റ് ഒന്നും ഇല്ല. അത് അടുത്ത് വരെ പോകും, മറ്റേ ദൂരെ വരെ പോകും. ദൂരെ വരെ പോകുന്നത് പിന്നെയും ട്രേസ് ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യമുണ്ട്. പിന്നെ അതിൽ ട്രേസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതുണ്ട് സൂപ്പർസോണിക്, അത് വേറെ, അത് ഹൂത്തികളെടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തല്ലോ ഭീകരമായ എന്തോ സാധനമാണെന്ന്. അടുത്തടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണോ ദൂരെ അടിക്കാൻ പോകുന്നത്. അത്രയും നല്ല അർത്ഥമുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ അത് അമേരിക്ക അടിച്ചതായിട്ട് കാണുന്നെല്ലാം പറഞ്ഞത് റഷ്യ? കാരണം ലോങ് റേഞ്ച് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ ആ ടാർഗറ്റിൽ തന്നെ പോയി വീഴണ്ടിക്കൽ അതിനെ നെറ്റിലൂടെ കൺട്രോൾ ചെയ്യേണ്ടി വരും, സാറ്റലൈറ്റിലൂടെ. അത് വലിയ രാഷ്ട്രങ്ങൾക്കല്ലേ പറ്റുകയുള്ളൂ, അല്ലാതെ ചെറിയ രാഷ്ട്രങ്ങൾക്കൊന്നും അത് പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് അമേരിക്ക നാറ്റോ ഉപയോഗിക്കുന്നതായിട്ട് കണക്കാക്കുമെന്ന് പറയുന്നത്. അത്തരം ഉപയോഗിക്കേണ്ടിക്ക് അത്രയും സാങ്കേതിക വിദ്യ വേണം. ഉദാഹരണമായിട്ട് നമുക്ക് അടുത്തുള്ള ഒരു മാങ്ങ എറിയാൻ വലിയ പാടുന്നുണ്ട്, ദൂരെയുള്ള മാങ്ങയാണെങ്കിലോ അതുപോലെ പാട് തന്നെയാണ് അതിന്. അപ്പോൾ ഇത് ദൂരെയുള്ള സ്ഥലത്ത് വേണ്ടിയിട്ട് അതിനെ ടെക്നോളജി ഉപയോഗിക്കണം. ആ ടെക്നോളജി ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങൾക്ക്, ടെക്നോളജി ഉള്ളവർക്കേ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നാറ്റോ രാഷ്ട്രങ്ങളാണത് പ്രയോഗിക്കുന്നതായിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞത്, അല്ലാതെ ഉക്രൈന് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ആ ഒരു സാങ്കേതിക വശം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളതിനെ അടിക്കുന്ന പോലെ ഇനി അടിക്കാം. ലോങ് റേഞ്ച് എന്നതിന് ആ അർത്ഥമേ ഉള്ളൂ. പിന്നെ സൂപ്പർസോണിക്കോ അതിൻ്റെ മറ്റേതും എല്ലാം വരുമ്പോഴാണ് പിന്നെ റഡാറിനെ വെട്ടിക്കാൻ കഴിവുള്ളത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ എന്തെല്ലോ സംഭവിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അതുകൊണ്ട് കുറേ കാലം അടിച്ചു. വാർത്തകൾ അതായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അതിൻ്റെ പിറ്റേന്ന് തന്നെ ഉക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തു. 6 എണ്ണം അടിച്ചിരുന്നു, അല്ല 5 എണ്ണത്തെ അടിച്ചിട്ട് ഒന്നിന് കൊണ്ടിട്ട് അത് പൊട്ടിയേ ഉള്ളൂ. കാരണം മുഴുവനായിട്ട് നശിച്ചില്ല. അപ്പോൾ ഒരു കഷ്ണം താഴെ വീണ് അവിടെ തീ പിടിക്കുകയും ചെയ്തു. അതിപ്പോൾ ഏത് മോഹിട്ടാലും പറ്റുന്ന കാര്യമാണ്. അത്രമാത്രമേ ഉള്ളൂ. അത് അവർക്ക് തന്നെ തോന്നി അതൊരു ഫെയിലിയറാണെന്ന്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കളിപ്പാട്ടം കിട്ടുമ്പോൾ വലിയ ആവേശമായിരിക്കും, പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോയാൽ പിന്നെ മിണ്ടാതിരിക്കും. അതുമാതിരി ഈ അടിച്ചതിനെപ്പറ്റി അധികം മാധ്യമങ്ങളൊന്നും മിണ്ടിയിട്ടില്ല. കാരണം അതടിക്കുകയും ചെയ്ത് ഇവരടിച്ച് അതിനെ നശിപ്പിക്കുകയും ചെയ്തു. വലിയ എഫക്റ്റ് ഒന്നും സാധാരണയുള്ള മാതിരിയുള്ള ഒരവസ്ഥ അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അതിൻ്റെ പ്രാധാന്യം അതല്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റഷ്യ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു റഷ്യനെ അടിക്കാനുള്ള അനുമതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ റഷ്യ വേറൊരു ഡ്രാഫ്റ്റ് ഇറക്കിയിരുന്നു. ഡ്രാഫ്റ്റല്ല, ഓർഡറായിട്ട് ഇറക്കിയിരുന്നു. ഉക്രൈൻ അത് പ്രയോഗിക്കുകയാണെങ്കിൽ അത് കൊടുത്ത രാഷ്ട്രത്തെ മാത്രമല്ല
അവരുടെ സഖ്യരാഷ്ട്രങ്ങളെ മുഴുവൻ യുദ്ധത്തിൽ ഏർപ്പെട്ടതായി കണക്കാക്കി അവരെ ആക്രമിക്കും. ചുരുക്കത്തിൽ ഉക്രൈൻ അത് പ്രയോഗിക്കുകയാണെങ്കിൽ നാറ്റോ രാഷ്ട്രങ്ങളിലുള്ള ഏത് രാഷ്ട്രത്തെ, അത് ചെറിയ രാഷ്ട്രമായാലും അവരും കൂടി യുദ്ധം പ്രഖ്യാപിച്ചായിട്ട് കണക്കാക്കി അവർക്കെതിരായിട്ട് അടിക്കും. നാറ്റോനെ മുഴുവൻ അടിക്കുന്നതാണ്. അടിക്കാനുള്ള അധികാരം ആക്കൊണ്ട് പുട്ടിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് പ്രയോഗിച്ചപ്പോൾ ഇടയ വാർത്ത വന്നപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ആ റിപ്പോർട്ട് മനസ്സിലായി കഴിഞ്ഞാലും ഒരു കാര്യം വ്യക്തമാണ്. ഉക്രൈൻ അത് പ്രയോഗിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ലിത്വാനിയും ഫിൻലൻഡോ, അതാണ് തോന്നുന്നു അടുത്ത് അവസാനം റഷ്യയുടെ അടുത്തുള്ള ഫിൻലൻഡെല്ലാണ് നാറ്റോയിൽ അവസാനം ചേർന്നത്. അന്നും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്നു റഷ്യയുടെ ചുറ്റും നാറ്റോ വളഞ്ഞിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്തയായിരുന്നു. റഷ്യ പറഞ്ഞ ആ ലിത്വാനിയനെ ചേർക്കുന്നതിന് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചേർത്തു അല്ല, ഫിൻലൻഡിനെയാണ്. അപ്പം അങ്ങനെ രണ്ട് രാഷ്ട്രങ്ങളെന്ന്, ഒന്ന് ഫിൻലൻഡും മറ്റേതായി എനിക്ക് ഓർമ്മ വരുന്നില്ല, ലിത്വാനിയനെയാണ് എന്തോ. എന്തായാലും അതെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ റഷ്യയും പറഞ്ഞ അതൊന്നും പ്രശ്നമൊന്നുമില്ല, അവരെ ചേർത്തു. പക്ഷെ ഇപ്പോൾ നടന്ന ഒരു സംഭവം, ഈ ഞായറാഴ്ച ദിവസം ഈ അനുമതി കൊടുത്തതിൻ്റെ ശേഷമോ അല്ല ഇവർ ഈ ബോംബ് ഉക്രൈൻ അത് ഉപയോഗിച്ചതിന് ശേഷമോ എന്ന് വ്യക്തമല്ല. ഏതായാലും അതിനടുത്തുള്ള ദിവസം തന്നെ, ഞായറാഴ്ചക്ക് ശേഷം, അധിക ദിവസമായില്ല, അത് പ്രയോഗിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു സംഭവം ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ജർമ്മനിയിൽ നിന്നും മറ്റും കടലിനടിയിലൂടെ പോകുന്ന കേബിൾ ലിത്വാനിയയിലേക്കും ഈ ഫിൻലൻഡിലേക്കും പോകുന്ന നെറ്റ്വർക്ക് കേബിള് രണ്ടെണ്ണം മുറിഞ്ഞു പോയിരിക്കുകയാണ്. അതൊരു സൂചനയാണ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. അത് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് വിലയിരുത്തിക്കൊള്ളുക. പക്ഷെ ഒന്ന് പ്രധാനമാണ്, അവസാനം നാറ്റോയിൽ ചേർന്ന റഷ്യയുടെ അടുത്തുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഈ ഫിൻലൻഡല്ല. അവരുടെ കേബിള് മുറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈബർ അറ്റാക്കിന് ആയിട്ട് മാറുകയാണ്. അത് ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്നതിലും മാരകമാണ്. കാരണം ഏതോ ഒരു സിനിമയിൽ സുരേഷ് വെഞ്ഞാറമൂട് പറയുന്ന ചില ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ അങ്ങ് ഒറ്റയടിക്ക് തീർത്തേക്കണം, അല്ലാതെ ഇങ്ങനെ ഒരുമാതിരിയാക്കിയിട്ട് എനിക്ക് കിടന്ന് നരകിക്കാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതിലും നല്ലത് ഒറ്റയടിക്ക് തീർക്കുന്നതാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ന്യൂക്ലിയർ ബോംബാണെങ്കിൽ ആ ദേശം മുഴുവൻ പോവുകയുള്ളൂ. ഇപ്പം ലോങ് റേഞ്ച് മിസൈലാണ്. ലോങ് റേഞ്ച് മിസൈൽ കൊടുത്താൽ എന്താ പറ്റുന്ന, അതിപ്പോൾ വീണാൽ തന്നെ ആ സ്ഥലം കഴിഞ്ഞു പോവുകയുള്ളൂ, ആ സമയം സ്ഥലം നഷ്ടപ്പെടുകയുള്ളൂ. ന്യൂക്ലിയർ ബോംബ് അങ്ങാണെങ്കിൽ ആ പ്രത്യേക ദേശം അങ്ങ് നശിക്കും, ഒറ്റയടിക്കങ്ങ് തീരും. ഇതിപ്പം കേബിള് പോയാൽ, നെറ്റ്വർക്ക് ശൃംഖല പോയാൽ അത് ഒറ്റയടിക്ക് തീരില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ജീവിക്കുന്ന ന്യൂക്ലിയർ യുഗത്തിലാണ്. അതേപോലെ തന്നെ നെറ്റ്വർക്ക് യുഗത്തിലുമാണ്. ന്യൂക്ലിയർ ബോംബാണെങ്കിൽ ഒന്നിച്ചങ്ങ് തീരും. പക്ഷെ നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ റേഷൻ കഞ്ഞി കുടിക്കുന്നത് പോലും നിൽക്കും. കാരണം റേഷൻ കാർഡ് പോലും അവിടെ അരി കൊടുക്കുന്നത് ഈ കുന്തറെണ്ണം കൊണ്ടാണ്. നമ്മളെ പണമിടപാട് മുഴുവൻ ഇതായി മാറിയിരിക്കുകയാണ്. സാധനം ബില്ലടിക്കുന്നത് പോലും നെറ്റ്വർക്കിലാണ്. ഇത് നിന്നാലുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്
ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് അവിടെ എന്താ പിന്നെ സംഭവിക്കുക ആ ലോകത്തിൽ? അങ്ങനെ നെറ്റ്വർക്കെല്ലാം തകരാറായ പൈസയും ഇല്ല. ഒരു നോട്ട് മാറുമ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ച എത്രയാണെന്ന് നമുക്കറിയാം. നോട്ട് മാറ്റിയിട്ടില്ല, അപ്പോൾ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാം. പിന്നെ നെറ്റ്വർക്കും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കേ, അതിലും മാരകമായ ഒരായുധമുണ്ടോ? അപ്പം ഇതിൽ ആ സന്ദേശമില്ലേ? സന്ദേശം വലിയ സന്ദേശമാണ്. ഒന്ന്, നാറ്റോയിൽ അവസാനം ചേർന്ന റഷ്യയുടെ അടുത്തുള്ള രാജ്യത്തിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആര് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരിയാരാണെന്ന് വെച്ചാൽ അതിലൂടെ നോക്കിയപ്പോൾ ചൈനയുടെ ഏതോ ഒരു ചരക്ക് കപ്പലോ മറ്റോ അതിലേ പോയിട്ടുണ്ട്. റഷ്യ ഒന്നും ആവാത്തൊന്നുമില്ല. ചരക്ക് കപ്പൽ എന്നാണ് എന്ത് സാധനം കൊണ്ടുപോകാറ്. പാരാ ചെയ്തതെന്നെന്താ ഒരു പിടിയുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, കേബിൾ മുറിച്ചത് തന്നെയാണ്. അത് അട്ടിമറി തന്നെയാണ്. ഏതുപോലെ പണ്ട് എണ്ണയടിച്ച പോലെ ജർമ്മനിയിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ കട്ട് ചെയ്തത് ആരാ അടിച്ചതൊന്നും ഒന്നുമില്ല. പിന്നെ ആരും അടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്ത് പറ്റി? എണ്ണ കൂടി മുട്ടിയത് നാറ്റോ രാഷ്ട്രങ്ങളുടെ തന്നെയാണ്. കാരണം റഷ്യ എന്ത് ചെയ്തു? എണ്ണ ചൈനക്കും കൊടുത്തു, ഇന്ത്യക്കും കൊടുത്തു. പിന്നെ ഇവരുടെ അടുത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് മറ്റവരെത്തി. അതുപോലെ ഈ കേബിൾ ശൃംഖല തകർന്നു കഴിഞ്ഞാൽ നാറ്റോ രാഷ്ട്രങ്ങളുടെ ചോട്ടാ രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളൊരു സൂചന അതിലില്ലേ എന്ന് നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു. ഏതോ രാഷ്ട്രത്തിൻ്റെ 1/3 നെറ്റ്വർക്ക് തകർന്നു പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും ആദ്യം അടിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ കാണുമ്പോഴേ അവർക്ക് അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി. ഈ മാധ്യമ ഇതും പിടിച്ചു നിന്നുകൊണ്ട് വായിക്ക് തോന്നി എല്ലാം വിളിച്ചു പറയുന്നവരെ അടിയട ഇസ്രായേലിനെ, അടിയട ഇറാനിനെ, അടിയട റഷ്യയെ, അടിയട അമേരിക്കയെ, ഇങ്ങനെയെല്ലാം ഇരുന്നിട്ട് പക്ഷം പിടിച്ച് കുറേ ആൾക്കാർ ഇവിടെ കയറിയിട്ട് പറയുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്താ, ഇങ്ങനെ അടിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണ്? ഇവരെ മൈക്ക് പോലും നാളെ വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരും. ഇതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്തവർ, ഇരുന്ന കൊമ്പ് മുറിക്കുന്നവരാണ് ഇത്തരം വാർത്തകൾ അടിക്കുന്നത്. കാരണം ഇപ്പം ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നാറ്റോയിൽ ചേർന്നു ഈ 2 രാഷ്ട്രങ്ങൾ. നാറ്റോന് എന്താ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരാ ചെയ്തതെന്നുള്ളതിന് ഒന്നും തെളിവില്ല. രണ്ടാമത്തത്, ഇപ്പം നമ്മളെ വീട്ടിലുള്ള ടെലഫോൺ കട്ട് ചെയ്യാൻ ശത്രു വിചാരിച്ച എളുപ്പ പരിപാടിയല്ലേ. രാത്രിയാറ്റം വന്നിട്ട് കട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും പോലീസ്? ഇന്ന് ക്യാമറയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് ചെയ്യുന്ന വില്ലന്മാരാണെങ്കിൽ ക്യാമറയ്ക്ക് എന്ത് പ്രസക്തി? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫിൻലൻഡിൻ്റെ ഇവർക്കുള്ള കേബിൾ മുറിച്ചാൽ നാറ്റോന് എന്താ ചെയ്യാൻ പറ്റുക? ഊഹിച്ചടിക്കുവാനൊന്നും പറ്റുമില്ലല്ലോ. ഇനി അത് എന്തേ പറയാൻ പറ്റുള്ളൂ? അത് നമ്മളിപ്പോൾ നിങ്ങൾ ആയുധം പ്രയോഗിച്ചാൽ നമ്മൾ പ്രയോഗിക്കുക, അല്ലാതെ ഇതിൻ്റെ കാര്യം ഇതൊരു യുദ്ധം തന്നെയാണ്. യുദ്ധത്തിൽ എന്താ ഉപയോഗിക്കുക എന്നുള്ള. പക്ഷെ അപ്പം നാറ്റോന് ഇത് കണ്ടില്ല എന്ന് വെക്കാനും പറ്റില്ല. അപ്പം ഫിൻലൻഡ് നാളെ ആലോചിക്കുന്നത് എന്തായിരിക്കും? ഈ രാഷ്ട്രങ്ങൾ ഞാൻ നാറ്റോയിൽ ചേർന്നിട്ട് ഞാനാണ് അനുഭവിക്കാൻ പോകുന്നത്, ആരും സഹായിക്കാനില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് അത് വരും. അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണാനും പറ്റില്ല. അത് വെച്ച് മറ്റവൻ്റെ കേബിൾ മുറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ എത്താൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നാൽ പിന്നെ നിൻ്റെ കേബിൾ മുറിക്കാം. ഇരുന്ന കൊമ്പാണ് മുറിക്കാൻ പോകുന്നത്. പക്ഷെ ഈ കേബിൾ മുറിച്ചതിനെ പറ്റി വാർത്തയൊന്നും നെറ്റിൽ വന്നില്ല. അപൂർവം ചിലയിടത്തുനിന്നേ ലീക്കാവുന്നുള്ളൂ. കാരണം അത് അപ്പോഴേ അവർക്ക് അതിൻ്റെ ബോധം മനസ്സിലാവുന്നുള്ളൂ. നമ്മൾ ഈ പിടിച്ച് നടക്കുന്ന സാധനം പോലും നാളെ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ലോകം മുഴുവൻ അനുഭവിക്കും. കാരണം റഷ്യക്ക് അവരുടേതായ സാറ്റലൈറ്റ്സ് ഉണ്ട്. അത് സാറ്റലൈറ്റ് ഒക്കെയാണ്. ചൈനക്കുണ്ട്, അമേരിക്കക്കുണ്ട്. പക്ഷേ മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം സ്വന്തമായിട്ടൊരു നെറ്റ്വർക്ക് ശൃംഖലയല്ല. നമ്മളെല്ലാം ഗൂഗിളാണ് ഉപയോഗിക്കുന്നത്, ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മളെ പരിധിയിൽ വരുന്നതല്ല. ഇതെല്ലാം വേറെ രാഷ്ട്രങ്ങളിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലെയും പലതും കേബിളിലൂട്ട വെള്ളത്തിൻ്റെ അടിയിലൂട്ടിയാണ് ഇതെല്ലാം പോകുന്നത്. ഇതെല്ലാം പൊടിഞ്ഞു കഴിഞ്ഞാൽ
അമേരിക്കയുടെ സെറ്റപ്പ് ചിലപ്പോൾ അത് പോകണ്ടെങ്കിൽ ചിലപ്പോൾ സാറ്റലൈറ്റിനെ അടിക്കണം. ആ ലെവലിലേക്കൊന്നും ആരും പോകാൻ പോകുന്നില്ല. അത് പോയി കഴിഞ്ഞാൽ വിഷമെടുത്ത് കുടിക്കുന്നതിന് സമാനമാണ്. എല്ലാ ലോകം നശിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്താറ്. അതുകൊണ്ട് അതിനൊന്നും ആരും പോകില്ല. പക്ഷെ ഇത് ഭയാനകമാണ് ഈ അവസ്ഥ. ഇന്ന് നമുക്ക് ഈ നെറ്റ്വർക്കൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഗോത്ര കാലഘട്ടത്തിലേക്ക് അധപ്പതിച്ചു പോകും. അതുകൊണ്ട് ഇതിനെയെല്ലാം ഓരോ പക്ഷം പിടിച്ചിട്ട് മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് അതും ഇതും വിളിച്ചു പറയുന്നവര് യഥാർത്ഥത്തിൽ ഇരുന്ന കൊമ്പാണ് മുറിക്കുന്ന. അതിന്റെ ഭവിഷ്യത്തൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഈ കേബിൾ മുറിച്ചു, അതൊരു ആര് മുറിച്ചെന്നൊന്നും അറിയില്ല. അത് നിസ്സാര പണിയാണ്. വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആയുധം വെച്ച് അടിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി വലിയ മാരകമായ സാധനം ഇവിടെയുണ്ട്. അത് നിസ്സാര കാര്യമാണ്. ആര് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു ദേശത്തെ മുഴുവൻ ഏഷ്യാനെറ്റ് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വിചാരിച്ചാൽ വലിയ പാടാണ്. പോസ്റ്റമ കയറിയിട്ട് അതൊക്കെ മുറിച്ചാൽ പോരെ. അത് വലിയ കഴിവൊന്നുമല്ല. അത് മുറിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നാളെ കിട്ടൂല, നിലനിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ആരും ചെയ്യില്ല. പക്ഷെ അവസാന നിമിഷത്തുമ്പോൾ ഇതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം സർവനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്ക് ജനത്തെ മുഴുവൻ ന്യൂക്ലിയർ ബോംബിട്ടിട്ട് കൊല്ലാം, അല്ലെങ്കിൽ ഇതേമാതിരി മറ്റേ സ്വരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞ മാതിരി ഏതോ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞ മാതിരി ഒറ്റയടിക്കങ്ങ് തീർത്തേക്കണം. ഇങ്ങനെ നരയിക്കരിട്ടേക്കരുത് എന്നൊരവസ്ഥയിലേക്കാണ് എത്തുക. ഇങ്ങനെ സൈബറിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ അതൊന്നും വാർത്തകളിൽ വരുന്നില്ല. കാരണം ഈ അവർക്കും ബോധ്യം വന്ന് ഇതെല്ലാം അവർ കാണാതെയൊന്നുമല്ല. ഇതൊന്നും മാധ്യമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം കാണുന്നില്ല. എന്തുകൊണ്ടെന്നറിയാം, അവർക്കത് ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അവനവൻ്റെ കൊമ്പാണ്, ഇരിക്കുന്ന കൊമ്പാണ്, ഈ കുന്ത്രാണ്ടമാണ് നാളെ നിശ്ചലമാകാൻ പോകുന്നത്. അവരുടെ കഞ്ഞികുടിയാണ് മുട്ടാൻ പോകുന്നത്. എല്ലാം വയറ്റിപ്പഴപ്പിൻ്റെ പരിപാടികളാണല്ലോ. പക്ഷെ ആ കഞ്ഞികുടി അടക്കം മുട്ടും എന്നവർ ഇപ്പോഴും മനസ്സിലാക്കിയോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേബിൾ മുറിച്ചതിനെ പറ്റിയൊന്നും അധികം പ്രസ്താവന. പക്ഷേ പണ്ട് റഷ്യൻ്റെ എണ്ണ പൈപ്പ് ലൈന് പൊട്ടിച്ചപ്പോൾ വലിയ ആഘോഷമായിരുന്നു. കാരണം അത് റഷ്യ എന്തോ ആയിപ്പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ പലിച്ചെത്താണ് റഷ്യ എണ്ണ ഇന്ത്യക്കും ചൈനക്കും എല്ലാം കൊടുത്തു. ആർക്കാണ് ജർമ്മനി അല്ലാണ് അതുകൊണ്ട് വെള്ളം കുടിച്ചത്. പക്ഷെ അതുപോലെ ഇവർ മനസ്സിലാക്കില്ല അതിൻ്റെ ഭവിഷ്യത്ത് എന്താ വരാൻ പോകുന്നത്. പിന്നെ അതെല്ലാം വിട്ടു. പക്ഷേ ഇത് പറയുന്ന മാധ്യമങ്ങളും ഈ കേബിൾ മുറിച്ചതിൻ്റെ പിന്നിൽ റഷ്യ ആണെന്നെല്ലാം അടിച്ചു വിടുന്നുണ്ട്, ഊഹിക്കുന്നുണ്ട്. ചൈനീസ് കപ്പൽ അതിനകത്ത് വങ്കിയേറുന്നോ ചൈനീസ് കപ്പൽ അതിലൂടെ പോയത് കൊണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം അവരുടെ ബുദ്ധിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭയാനകമായ അവസ്ഥയെ പറ്റി അവിടെ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ മാധ്യമങ്ങൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പറയാൻ ഭയക്കുകയാണ്. നമ്മൾ പോലും ഭയന്നു പോവുകയാണ്. നമ്മൾ പോലും ഭയന്നു പോകണം. കാരണം ഈ കേബിളുകൾ മുറിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഉക്രൈനൊന്ന് അടിക്കാൻ ഉത്തരവ് കൊടുത്തപ്പോഴാണ് സൂചന നൽകിയത്. ഇത്തരത്തിൽ കളിക്കുകയാണെങ്കിൽ നാളെ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു സൂചന നൽകുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകണം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. അവർ കപ്പൽ പോകുമ്പോൾ അതിൻ്റെ അടിവാദക്കുന്നോ എന്തൊക്കെ എങ്ങനെയല്ലോ വേണമെങ്കിൽ നമുക്കൊന്നും അറിയില്ലല്ലോ. ചിലപ്പോൾ വേറെ വല്ല കൊണ്ടോ എന്തോ ആകാം. എന്തെങ്കിലും ന്യായീകരണം എല്ലാം പറയാം. പക്ഷേ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ ആ റഷ്യ ഉപയോഗിച്ച ആ വാർത്തയുണ്ടല്ലോ, ഉക്രൈൻ അടിച്ചു കഴിഞ്ഞാൽ നാറ്റോയിലുള്ള ഒരു കൊച്ചു രാഷ്ട്രം പോലും അത് ഉപയോഗിക്കുന്നതായിട്ട് അവർ യുദ്ധം പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രാഷ്ട്രത്തിനെതിരായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റവരെയും ചെയ്യും. അതോടുകൂടി ലോകം തീർന്നു. ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുന്നതിന് സമാനമാണ് ഈ സംഭവം. അതുകൊണ്ട് ഒരു സൂചന നൽകി ഈ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ചിലപ്പം പോകുമെന്നുള്ള ഒരു സൂചന നൽകിയതാണോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. അത് ലോകത്തിന് പോലും അത് തോന്നിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ അതിന് ആ കേബിൾ മുറിച്ചതിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എണ്ണ മുറിച്ചിട്ട് റഷ്യക്ക് എന്താ ചെയ്യാൻ പറ്റുക? റഷ്യ വേറെ വഴി ആലോചിച്ചു, അല്ലാതെ ആരെയൊക്കെ കയറിയിട്ട് ആക്രമിക്കുകയൊന്നും ചെയ്തില്ല. ചെയ്യില്ല. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കണം. അതുകൊണ്ട് ഇതിലും കേബിൾ മുറിച്ച ആരാണെന്ന് നല്ല ബോധ്യം ഉണ്ടായാലും മിണ്ടുമില്ല. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആളെ അറിയില്ല എന്ന് പറഞ്ഞ് ഊരാനേ പറ്റുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്നതോ ഈ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ. ആ രാഷ്ട്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതേമാതിരി ചാനൽ തുറന്നു വെച്ചിട്ട് മൈക്ക് കൈമ കിട്ടുമ്പോൾ വായിക്ക് തോന്നുന്ന വിളിച്ചു പറയുന്ന കുറേ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവർക്കെല്ലാം ആദ്യം കിട്ടിയിരിക്കുന്ന അടി ഇതുകൊണ്ടുള്ള ഫലം അനുഭവിക്കുന്നത്. ഇത് ലോകമാധ്യമങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ ഇതിനെ കാണണം. കാരണം ഈ സൈബർ അറ്റാക്ക് തുടർന്നു പോയാൽ ഇനിയിപ്പോൾ അതിന് പ്രതികാരമായിട്ട് ആരെങ്കിലും ചെയ്തു എല്ലാം പോയി കഴിഞ്ഞാൽ എന്താണ് നാളെ സംഭവിക്കുന്നത്? നാളെ ഇവിടെ കിടന്നിട്ട് മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയെല്ലാം നിർത്തേണ്ടി വരും. അത് കഞ്ഞി കുടിപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്, അല്ലെങ്കിൽ വയറ്റത്തടിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അതുകൊണ്ട് മാധ്യമധർമ്മം എന്താണ്? വിഭാഗീയതയും വർഗീയതയും രാഷ്ട്രീയെല്ലാം തലക്ക് പിടിച്ചിട്ട് ലോകത്തെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു പോക്ക്, അതിനെതിരായിട്ട് ജനങ്ങളെ, ലോക ജനതയെ ബോധവൽക്കരിക്കുന്നതിന് പകരം ഇത്തരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ലോകം എത്തിച്ചേരാൻ പോകുന്നത് ഗോത്ര കാലഘട്ടത്തിലേക്കാണ്. ന്യൂക്ലിയർ ബോംബൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ സംഭവം തന്നെ നടന്നു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം തകർന്നു കഴിഞ്ഞാൽ ലോകത്തിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അവസാനം ആ നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്ന് പോലും ഭയക്കേണ്ടിയിരിക്കുന്നു. എല്ലാം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്വന്തമായിട്ട് സാറ്റലൈറ്റും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ആധാരം ഇപ്പം ഗൂഗിള് അതുപോലെയുള്ള നെറ്റ്വർക്കുകളാണല്ലോ. എല്ലാം അവരെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്. സ്വന്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാത്തിടത്തോളം കാലം ഈ അണ്ടർഗ്രൗണ്ട് കേബിളെല്ലാം പരസ്പരം ലിങ്കായിട്ടുള്ളതാണ്. അത് നിശ്ചലമായി കഴിഞ്ഞാൽ ജനജീവിതം താറുമാറായിപ്പോകും. എല്ലാം നിശ്ചലമാകും. ലോകം ഗോത്ര കാലഘട്ടത്തിലേക്ക് പോകും. ന്യൂക്ലിയർ ബോംബൊന്നും പ്രയോഗിക്കണ്ട, അതിലും മാരകമായിരിക്കും. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇതിനെപ്പറ്റി ലോകത്തെ ബോധവൽക്കരിക്കുകയാണ് മാധ്യമങ്ങളുടെ ധർമ്മം. ഇന്ന് മാധ്യമങ്ങൾക്ക് അതൊന്നുമല്ല. പരസ്പരം വിദ്വേഷം ഓരോന്നിൻ്റെ പക്ഷവും പിടിച്ചുകൊണ്ട് വായിക്ക് തോന്നുന്ന വിളിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പോകുന്നത്. അതിനുള്ള മുന്നറിയിപ്പായിട്ട് ഇത്തരം സംഭവങ്ങളെ കാണണം. ഇതിൻ്റെ ഗൗരവമായ അവസ്ഥ എന്തായിരിക്കും പരിണതഫലം എന്ന് മനസ്സിലാക്കണം. ഇതിന് ലോക മനസാക്ഷി ഉണരുവാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ സ്വയം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടുള്ള ഈ പോക്ക് ഇവരൊന്നുമല്ല തീരുമാനിക്കുന്നത്. പക്ഷേ ലോക മനസാക്ഷി ഉണർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം സ്വയം നിയന്ത്രണം വരുത്തേണ്ടി വരും. അത്തരം സൂചനകളായിട്ട് ഇതിനെ കാണണം. കാരണം ഒരു കേബിൾ മുറിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാം? ആ ദേശത്തുള്ളവർക്ക് എന്താണ് അനുഭവം? 1/3 പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ബാധിക്കുമെന്ന് ഊഹിച്ചാൽ മതി. നമുക്ക് നമ്മളെ വീട്ടിലൊരു കണക്ഷൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, പ്രയാസങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഈ എല്ലാം പോയാലോ? അപ്പം അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകണം. കാരണം ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഇത്ര പെട്ടെന്ന് ഇതിനെ പിടിച്ചുകൊണ്ട് വേറെ വല്ലവരുടെയും കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ എന്താണ് ചെയ്യുക? അവർ തിരിച്ചും ചെയ്യും. പിന്നെ യുദ്ധം,
കേബിളുകൾ ഈ കേബിൾ നെറ്റ്വർക്ക് തകർക്കുന്നതിലേക്ക് മാറും. ഇതിനൊന്നും അധിക സമയമൊന്നും വേണ്ട. നമ്മൾ ഈ 28 ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞ പോലെ 28 അടുക്കുന്തോറും ഇത്തരം ടെൻഡൻസികൾ മനസ്സിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെയ്യുക, ഒന്നും ചിന്തിക്കാതെ ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇത് അടുത്ത 28 അടുക്കുന്തോറും ഇത് മാക്സിമത്തിലേക്ക് എത്തും. പിന്നെ 28 മുതൽ അടുത്ത ഡിസംബർ 5 വരെയുള്ള സമയം വളരെ മോശം തന്നെയാണ്. കാലാവസ്ഥയിലും എല്ലാം അത് ബാധിക്കുന്നുണ്ട്. ലോകത്തിൽ തന്നെ അതിന് കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഇത്തരം സമയത്താണ് നമ്മൾ ഒന്നും ചിന്തിക്കാതെ മണ്ടത്തരങ്ങളെല്ലാം പ്രയോഗിക്കുക. നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിയിൽ ലോങ് റേഞ്ച് ആയാൽ റഷ്യൻ്റെ തലസ്ഥാനം തേങ്ങ് കത്തുന്നുണ്ട്, കത്തട്ട് എന്നൊരു ചിന്താഗതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതൊന്നും ഒന്നുമല്ല. ഈ സംഭവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയർ ബോംബിനെയല്ല ചെയ്യാൻ പറ്റുന്ന ആ ഒറ്റ സ്ഥലം കരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇതല്ല, ലോകം മുഴുവനുള്ള നെറ്റ്വർക്ക് ശൃംഖലകളെ ഇത് ബാധിക്കാൻ തരത്തിൽ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. ന്യൂക്ലിയർ ബോംബിനെ കട്ടിയും മാരകമാണത്. മറ്റേ ഒറ്റയടിക്ക് തീരും, ഇത് തീരില്ല, നരയിച്ചുകൊണ്ടേ പോവുകയുള്ളൂ. ഗോത്ര കാലഘട്ടത്തിലേക്ക് എത്ര വർഷത്തെ പിന്നോട്ടേക്കാണ് അടുപ്പിക്കാൻ പോകുന്നത്. ഇന്ന് നെറ്റ്വർക്ക് ലോകമാണ്, ന്യൂക്ലിയർ ലോകം തന്നെ. ന്യൂക്ലിയർ ബോംബ് എല്ലാം നശിപ്പിക്കുക, നെറ്റ്വർക്കാണെങ്കിൽ മനുഷ്യനെ അതിൻ്റെ ഏറ്റവും പതനത്തിലേക്ക് എത്തിച്ചിട്ട് അവിടെ കിടന്ന് നരയിപ്പിക്കും. ആ അവസ്ഥയിലേക്കാണ് എത്തുക. അതിനുള്ളൊരു സൂചനയായിട്ട് ഇതിനെ കാണണം. ഇതെല്ലാം നിസ്സാര കാര്യങ്ങളാണ്. കാരണം ഒരു നാട്ടിലേക്കുള്ള, ഇപ്പോൾ ഒരു ദേശത്തേക്ക് വരുന്ന ഏഷ്യാനെറ്റ് കേബിൾ ഒന്ന് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് വേണം? ചെറിയ സമയമേ വേണ്ടു. ആ കേബിളങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ ആ ദേശം മുഴുവൻ പിന്നെ വേണ്ട. ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു മരത്തിൻ്റെ കൊമ്പ് വലിച്ച പോസ്റ്റ് മേലിട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ വൈദ്യുതി പിന്നെ ആ പോസ്റ്റ് ശരിയാക്കിയിട്ടെല്ലാം എടുക്കേണ്ടിക്ക് എത്ര സമയം പിടിക്കുന്നു. ഇതിനെല്ലാം സമയം കുറച്ചേ വേണ്ടു, നശിപ്പിക്കാൻ കുറച്ച് സമയം മതി. ന്യൂക്ലിയർ ബോംബിന് അത്രയൊന്നുമല്ല, കുറേ പാടുണ്ട്. അതെല്ലാം കയറ്റി തയ്യാറാക്കി കൊണ്ടുപോകേണ്ട എത്ര പാടുണ്ട്. ഇതിനൊന്നും വേണ്ട, കുറച്ച് സമയം മതി. നെറ്റ്വർക്ക് യുഗമാണ്, എല്ലാം സിമ്പിളായിട്ട് നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഭീകരമുഖം നമുക്ക് എന്നും മനസ്സിലായിട്ടില്ല. അതിൻ്റെ നല്ല ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗുണഗണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനൊരു മുഖവുമുണ്ട്. എല്ലാത്തിനും ഒറ്റയടിക്ക് പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ട് തള്ളാനുള്ള കഴിവും അതിനുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ, യഥാർത്ഥത്തിൽ മാധ്യമധർമ്മം എന്താണ്? ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക. ഇത്തരം വിഭാഗിക ചിന്തകളും രാഷ്ട്രീയ ചിന്തകളും എല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു വഴിയിലേക്കാണ് ചിന്തിക്കേണ്ടത്. അതിനുള്ള സമയം അതിക്രമിച്ചു പോയി. അപ്പം നമുക്ക് എങ്ങനെയാപ്പോൾ എന്തായാലും കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിന് നല്ല ലക്ഷ്യബോധമുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യരിലൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് അത് എവിടെയാണോ കാലത്തെ എത്തിക്കേണ്ടത് അവിടെ നല്ല സുന്ദരമായ ഒരു ലോകത്തിലേക്ക് എത്തിക്കും. പക്ഷേ അതിന് അതിൻ്റേതായ പലവർക്കും നമുക്കറിയാലോ, ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തെല്ലാണ്. എത്രയോ പേര് അതിനുവേണ്ടി ബലിയർപ്പിക്കേണ്ടതായി. കാലം അങ്ങോട്ട് പോകുമ്പോൾ കാലത്തിന് ഇതിലൊന്നും നോട്ടമില്ല. കാലത്തിനൊരു ലക്ഷ്യമുണ്ട്, അവിടെ എത്തിക്കും. അവിടെ ഒരു സുന്ദരമായ ലോകത്തിലേക്ക് കാലം എത്തിക്കുക തന്നെ ചെയ്യും. അതിനെയൊന്നും മനുഷ്യർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.